കഴിഞ്ഞ 8-ാം തീയതിയാണ് സംഭവം നടന്നത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നതിനിടെ നൂറിനാട് ഇടക്കുന്നത്ത് വെച്ച് 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂട്ടറിൽ ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചു വന്ന പ്രതി നഗ്നത പ്രദർശിപ്പിക്കുകയും ബലമായി പിടിച്ചുവലിച്ച് ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ടുവന്ന ഹരിതകർമ്മസേന പ്രവർത്തകരായ സ്ത്രീകളാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. നൂറിനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. അപ്പം ഞങ്ങൾ രണ്ടുമാണ് പഞ്ചായത്തിലെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇടക്കുന്ന അമ്പലം കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുഞ്ഞിനെ ഒരുത്തം പിടിച്ചു വലിക്കുന്നതാണ് കാണുന്നത്. ഞങ്ങളെ കണ്ടതും കുഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് ഓടി ഞങ്ങൾ എടുത്തു വന്നു. അപ്പോൾ കുഞ്ഞിനോട് ഞങ്ങൾ ചോദിച്ചു എന്തോ പറ്റി മോളേന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ഭാവിച്ചെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിനോട് വീട്ടിൽ പൊക്കാളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവൻ്റെ പുറകെ വണ്ടിയിലങ്ങ് വെച്ച് പിടിക്കുമായിരുന്നു. അങ്ങനെ ഇവൻ്റെ പുറകെ പോയി പറയംകുളത്ത് ചെന്നപ്പം ഇവൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കി വെച്ച് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അവനെ തടഞ്ഞു നിർത്തിയപ്പോൾ ഞങ്ങളെ വെട്ടിച്ച് ഇവൻ വീണ്ടും അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പം ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കുമായതുകൊണ്ട് ഇവൾ വണ്ടിയിലുമായിരുന്നു. അങ്ങനെ എന്നെ അവിടെ കളഞ്ഞിട്ട് ഇവൾ ആ വണ്ടിയുടെ പുറകെ ഫോളോ ചെയ്ത് നൂറിനാട് പഞ്ചായത്തിൻ്റെ വാതിൽ വരെ ഇവൾ പോയി. അവിടുന്ന് ഇവൻ എടപ്പോണ് വരെ പോയിട്ടുണ്ട്. അന്ന് മുതൽ ഈ വണ്ടിയുടെ നമ്പർ ഞാൻ എൻ്റെ കണ്ണിലൊന്ന് മിന്നായം പോലെ വന്നായിരുന്നു, 6790 ബാലൻസ് ബാക്കിയുള്ളത് അറിയില്ലായിരുന്നു. അന്നു മുതലുള്ള വണ്ടി മൊത്തം ചെക്ക് ചെയ്തായിരുന്നു ഞങ്ങളുടെ നടപ്പ് മൊത്തം. തുടർന്ന് ഇയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു. ചെങ്ങന്നൂർ ഡിവൈഎസ്പി MK ബിനുകുമാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ തെരച്ചിലാണ് ഇയാളെ പിടികൂടിയത്. CCTV ക്യാമറകൾ അടക്കം പരിശോധിച്ചാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. ഭയങ്കര മഴയായിരുന്നു, പക്ഷെ ആളിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരു പയ്യൻ മഴക്കോട്ട് വിട്ടേക്കുമായിരുന്നു. വേറൊരു പയ്യൻ പിന്നെ പുറകിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ പോകുന്ന പയ്യനെ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞു. കാര്യം പറയാത്തതുകൊണ്ട് പുള്ളി രണ്ടുപേരോട് ഇവൻ്റെ പുറകിന് ഇവൻ പോയി, പക്ഷേ പുള്ളിക്ക് കിട്ടിയില്ല. നമ്മുടെ പടനിരത്ത് വടക്കുള്ള പമ്പ് ഹൗസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇവൻ വണ്ടി തെക്കോട്ട് തിരിച്ചു. അപ്പോൾ സ്ലോ ചെയ്തപ്പോൾ ഈ നമ്മുടെ പഞ്ചായത്തിലെ വണ്ടി കണ്ടുകൊണ്ട് വീണ്ടും ഇവൻ വടക്കോട്ട് പോവുകയായിരുന്നു. പക്ഷേ നമ്മുടെ വണ്ടിക്ക് അത് ചാർജ് കുറവായതുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിൻ്റെ വാതക്ക വരെ ചെല്ലാൻ പറ്റുകയുള്ളൂ. വണ്ടി ഓഫായി പോകും. അന്വേഷണ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തവേ കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ ഗട്ടറുകൾക്ക് മുകളിൽ കിടന്ന് ഉറങ്ങിയായിരുന്ന ഇയാളെ നൂറിനാട് പോലീസ് ഇൻസ്പെക്ടർ S. ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള കത്താൾ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.